അടുത്തതായി സുഗതകുമാരി ടീച്ചറെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശ്രീമതി സുധാ മേനനാണ്. സുധ ചേച്ചി കലാ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ പല മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. രാഗമാല എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് സുധ ചേച്ചി. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ അഭയ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി സുധ ചേച്ചിയുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് റൈസിംഗ് ഇവന്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോ നമുക്ക് സുധ ചേച്ചിയുടെ വാക്കുകൾക്കായി കാതോർക്കാം. ഓവർ ടു യു സുധ ചേച്ചി. താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിനെ പറ്റി 2-3 വാക്ക് പറയാൻ അവസരം തന്നതിന് രാജീവിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. ടീച്ചറുമായിട്ട് എൻ്റെ ആത്മബന്ധത്തിന് 60 കൊല്ലത്തിലധികം നീളമുണ്ട്. ഞാൻ ചെറിയ കുട്ടിയെ തിരുവനന്തപുരത്ത് പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോഴാണ് ടീച്ചറിന്റെ കവിതകൾ ആദ്യമായിട്ട് മാതൃഭൂമി വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു തുടങ്ങിയത്. അപ്പൊ എൻ്റെ അമ്മ അത് വളരെ കൗതുകപൂർവ്വം ഉറക്കെ വായിച്ചു കേൾപ്പിക്കും. അന്ന് പക്ഷെ എനിക്ക് കവിതകൾ അങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കാനുള്ള പ്രായമോ അതിനുള്ള ഒരു അഭിരുചിയോ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരിക്കൽ സ്കൂളിൽ ഒരു പദ്യപാരായണ മത്സരം ഉണ്ടായപ്പോ അമ്മ ടീച്ചറിന്റെ ഒരു കവിത എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് എന്നെ കൊണ്ട് പഠിച്ചു. അതാണ് ഇന്ന് ഡോക്ടർ മാത്യു ജോയ്സ് പറഞ്ഞ അതേ കവിത. അതായത് പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി എന്ന് തുടങ്ങുന്ന കവിത. അപ്പോഴാണ് എനിക്ക് ശരിക്ക് കവിത എന്താണ് കവിയുടെ ഭാവന, ആ ഭാവനയുടെ ഒരു അഗാധതയും അതിന്റെ ഭംഗിയും ഒക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിച്ചത് ആ കവിത പഠിച്ചപ്പോഴാണ്. ഞാൻ വളരെ ആസ്വദിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, മുറ്റത്ത് അരളിച്ചെടിയുടെ ഇലകളുടെ താഴത്ത് ഈ പവിഴക്കൂടുണ്ടോ എന്ന് നോക്കി ഞാൻ നടന്നിരുന്നു. എന്നിട്ട് ചിലപ്പോൾ അത് കാണുമ്പോൾ അത് ഇനി ചിത്രശലഭമായി പൊങ്ങുന്നതും അത് വാക്കുകളിൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള ആ ഒരു എൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്ന ആ കവിത ആസ്വദിക്കാനുള്ള കഴിവ് ആ ഒരു കവിതയിൽ നിന്ന് പൊങ്ങിയതാണ്. പക്ഷെ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് കേരളം വിട്ട് ഞാനൊരു മറുനാടൻ മലയാളിയായി. അതിനുശേഷം മലയാള സാഹിത്യമായിട്ട് എനിക്ക് വലിയ ഒരു ബന്ധമൊന്നും സ്ഥാപിക്കാൻ സാധിച്ചില്ല. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റുകളും മാറി ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പരിസ്ഥിതി പരിപാലനത്തിനെ പറ്റി ധാരാളം വായിക്കാനും ഡേവിഡ് സുസൂക്കി അവരൊക്കെ വായിച്ച് ഞാൻ സ്വതവേ ഞാനായിട്ടൊരു ഇക്കോ ഫെമിനിസ്റ്റ് ആണ് എന്നൊക്കെ എൻ്റെ ഭാവനയിൽ തോന്നി തുടങ്ങിയ ഒരു സമയത്താണ് ഞാൻ ഈ സൈലന്റ് വാലി പ്രക്ഷോഭണത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന. കേരളത്തില് പാലക്കാട്ടെ പരിസ്ഥിതിയിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹരിത വനങ്ങൾ അതിൽ കുറെയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് അവിടെ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തുടങ്ങാനുള്ള പദ്ധതി കേരള ഗവൺമെന്റ് വളരെ പ്രൗഡായിട്ട് കൊണ്ടുവന്നു. ഗവൺമെന്റിന്റെ തലയിൽ അതൊരു സ്വർണ്ണത്തൂവലായിരിക്കും. പലർക്കും അതുകൊണ്ട് ഫലമുണ്ടാവും, ഇലക്ട്രിസിറ്റി കൂടുതൽ കിട്ടും, കോൺട്രാക്ടർക്ക് പണം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. പക്ഷെ അപ്പോഴാണ് ആദ്യമായിട്ട് സുഗതകുമാരി ടീച്ചറിന്റെ ചെറിയ ശബ്ദം ഉയർന്നു വന്നത്. അതായത് അവിടുത്തെ അപൂർവ മരങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയും വേറെ ഒരിടത്തും ഇല്ലാത്ത സിംഹവാലൻ കുരങ്ങനെ പറ്റിയും അവിടുത്തെ ആദിവാസികൾ കുടുംബങ്ങളെ പറ്റിയും അവരുടെ പരിരക്ഷണത്തിന് വേണ്ടി അവര് പാടുപെട്ട് പാലക്കാട്ട് പോയി അവിടെ എല്ലാവരോടും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഇത് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ഇക്കോസിസ്റ്റം എത്ര ഡെലിക്കേറ്റ് ആണ്, ഇതുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. പലരും വളരെ ഉയർന്ന നിലയിലിരിക്കുന്ന പലരും ചിരിച്ചു, ഇവരെങ്ങനെ ഈ ഒറ്റ സ്ത്രീ ഒരു ഗവൺമെന്റിനെ ഇത് ഏറ്റെടുക്കുക. പക്ഷേ അവരുടെ ചെറിയ ശബ്ദം മാറ്റലി കൊണ്ട് കോളേജ് വിദ്യാർത്ഥികളും സാഹിത്യകാരന്മാരും പല ബുദ്ധിജീവികളും അത് ഏറ്റുപാടി ലോകം മുഴുവൻ പടർന്നു. ഇന്ത്യയിലെ പല ആക്ടിവിസ്റ്റും അവിടെ സൈലന്റ് വാലി കാണാൻ വരാൻ തുടങ്ങി. എന്നിട്ട് കേരള ഗവൺമെന്റ് ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങി.
അതൊരു വലിയ വിജയമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണ മേഖലയ്ക്ക് വലിയ വിജയമായിരുന്നു. അത് മാത്രമല്ല, ആ സമയത്താണ് പല മലയാളികളും പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റി ആദ്യമായി മനസ്സിലാക്കിയതും. ആ സമയത്ത് പല കവിതകളും സുഗതകുമാരി ടീച്ചറിന്റെ തൂലികയിൽ നിന്ന് ഉതിർന്നു വീണിട്ടുണ്ട്. ടീച്ചർ മാത്രമല്ല, മറ്റു പല കവികളും ആ തീമില് കവിതകൾ എഴുതിയിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ടീച്ചറിന്റെ ആക്ടിവിസം ഫോളോ ചെയ്യാൻ തുടങ്ങി. 1970s 80s സുഗതകുമാരി ടീച്ചർ അവിടെ കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷനിലെ ചെയർപേഴ്സൺ ആയിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് സ്ത്രീകളുടെ സംരക്ഷണം ടീച്ചറിന് ഒരു വളരെ പെറ്റ് പ്രോജക്റ്റ് ആയിട്ട് ടീച്ചർ എടുത്തത്. അവിടുത്തെ തിരുവനന്തപുരത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ ടീച്ചർ പോയി അവിടുത്തെ അന്തേവാസികളെ കണ്ടു. പലരും ധനസ്ഥിതി വളരെ മോശമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പലരെയും കുടുംബങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കും. അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ശരിയാവുമ്പോൾ തിരിച്ചു വിടുമ്പോൾ അവർ പോകുന്നത് ആ പണ്ടത്തെ അതേ എൻവയോൺമെന്റിലാണ്. അവർക്ക് ഒരു കണ്ടിന്യൂറ്റി ഇല്ല അവരുടെ ട്രീറ്റ്മെന്റിന്റെ. പലരും എന്നിട്ട് തെരുവിലോ വീട്ടുകാർക്ക് നോക്കാൻ പറ്റാണ്ട് പരിതാപകരമായ സ്ഥിതിയായിരുന്നു അവരുടെ പലരുടെയും. അത് കണ്ട് മനസ്സലിഞ്ഞ ടീച്ചർ ആദ്യമായിട്ട് അഭയ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങി. ഈ മെന്റൽ പേഷ്യന്റ് സ്ത്രീകൾ ആ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, അവർക്ക് അവിടെ ഫോളോ അപ്പ് ഉണ്ട്, അവർക്ക് നല്ല ഭക്ഷണം കിട്ടും, ഉറങ്ങാൻ പറ്റും, അവർക്ക് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അത് വളരെ വിജയകരമായി നടത്തി തുടങ്ങി. പിന്നെ അടുത്ത വേശ്യാ തെരുവുകളിൽ അവിടെ പലയിടത്തും കേരളത്തില് ആ സ്ത്രീകൾക്ക് പലരും ചെറുപ്പം 14-15 വയസ്സിൽ അവിടെ എത്തിച്ചേരുന്നവരാണ്. അവർക്ക് വേണ്ടി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. പലരും പല തരത്തിലുള്ള യാതനകളും സഹിച്ച് അവിടെ കഴിയാണ്. അവരെ പോയിട്ട് ടീച്ചർ ഓരോരുത്തരോടായിട്ട് അവരോട് വർത്തമാനം പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴും പലരും ക്രിട്ടിസൈസ് ചെയ്തു. അവര് പറഞ്ഞു, എന്താ സുഗതകുമാരി ടീച്ചർ ഇവർക്കൊക്കെ എന്താ ജോലി കൊടുക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ടീച്ചർ അവരെയൊക്കെ വളരെ സ്നേഹപൂർവ്വം അഭയയിൽ കൊണ്ടുവന്നു. അവർക്കും സംരക്ഷണം കൊടുത്തു, അവർക്ക് തൊഴിൽ ട്രെയിനിങ് കൊടുത്തു, അവർക്ക് സ്വന്തം കാലില് നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തുള്ള അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അതേസമയം ഈ മെന്റൽ പേഷ്യൻസിന്റെയും ഈ വേശ്യകളുടെയും കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവരെ നോക്കാൻ ആരുമില്ല. അതേസമയം അവരുടെ അമ്മയിൽ നിന്ന് കുറച്ച് അകത്തി നിർത്തുന്നത് ആ സമയത്ത് അത് ഉപകാരമായിട്ട് തോന്നി. അതുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി അഭയബാല അത് വേറൊന്ന് തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോ അഭയബാല ടീച്ചറെ പോയി കാണുകയും അഭയബാല സന്ദർശിക്കുകയും പിന്നെ അവരുടെ ഡി അഡിക്ഷൻ സെന്ററും തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഈ രാജീവ് പറഞ്ഞ ആ ഫണ്ട് റൈസർ ആ സമയത്തായിരുന്നു ഞാൻ തിരിച്ച് കാൽഗറിയിൽ വന്നിട്ട് ഒരു ഫണ്ട് റൈസർ നടത്തി. ഇവിടെ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ലോക്കൽ ആർട്ടിസ്റ്റിനെ ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് അതിന്റെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും അഭയക്ക് സംഭാവന ചെയ്തു. പിന്നെ അതിന്റെ അടുത്ത കൊല്ലം ഞങ്ങൾ ചെറുതായിട്ട് കുറെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഒരു സ്കിറ്റ് ചെയ്ത് ക്രിസ്മസ് സമയത്ത് വേറൊരു സംരംഭം ഉണ്ടായി. അങ്ങനെ 2 തവണ കാൽഗറി മലയാളികളുടെ വക ചെക്കും കൊണ്ട് ടീച്ചറെ പോയി കാണാനും അത് കൊടുക്കാനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് കഴിഞ്ഞിട്ടും എപ്പോഴും ഞാൻ തിരിച്ചു നാട്ടിൽ പോകുമ്പോഴൊക്കെ ടീച്ചറെ പോയി കാണുകയും അഭയയിൽ പോവുകയും എൻ്റെ വക ചെറിയ സംഭാവനകൾ കൊടുക്കുകയും ഉണ്ടായിരുന്നു. അഭയ ഇപ്പൊ വളർന്ന് അവർക്ക് 8 പ്രത്യേകം സ്ഥാപനങ്ങളാണുള്ളത്. അതിലെ പിന്നെ ഒരെണ്ണം പകൽ വീട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. വയസ്സായ ആൾക്കാർക്ക് വീട്ടിലാരും നോക്കാനില്ലാത്തവർക്ക് പകൽ വേണേ കൊണ്ടുവിടാം, രാത്രി തിരിച്ചു പോകാം. അങ്ങനെ ഇപ്പോ ഉള്ളത് അത്താണി, കർമ്മ, പകൽ വീട്, പിന്നെ മിത്ര എന്ന് പറഞ്ഞ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. അങ്ങനെ പലതരം അവിടുത്തെ അന്തേവാസികളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമാണ്, അവർക്ക് വേറെ ദൈവമില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് അവര്
അവര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവസാനമായി സുധകുമാരി ടീച്ചറെ കണ്ടത് 2 കൊല്ലത്തിന് മുമ്പാണ്. അപ്പോ ആ ഇടയ്ക്ക് തന്നെ ടീച്ചറിന്റെ 2 അനുജത്തിയും ചേച്ചിയും കഴിഞ്ഞ 5 കൊല്ലത്തിന്റെ ഇടയിൽ മരിച്ചുപോയി. അതിന്റെ ദുഃഖം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞവണ എനിക്ക് കണ്ടപ്പോ, എനിക്ക് സത്യം പറഞ്ഞാൽ ടീച്ചറിനെ കണ്ടപ്പോ ആ ചിറകൊടിഞ്ഞ പക്ഷി എന്ന കവിതയാണ് എനിക്ക് ഓർമ്മ വന്നത്. ടീച്ചറിന്റെ മുഖത്ത് എപ്പോഴും സ്ഥായിയായിട്ടുള്ള ആ ചിരിയും സന്തോഷവും അന്ന് ഞാൻ കണ്ടില്ല. അതിന് പകരം മുഖത്തൊരു ആർദ്രതയും ഒരു എന്തോ ഒരു ദുഃഖഭാവം എനിക്കത് കണ്ടപ്പോ തോന്നി. ഈ ലോകത്തിന്റെ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ ടീച്ചർ സ്വയം ഏറ്റുവാങ്ങി അവസാനമായിട്ട് അത് ഉൾക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഭാവമാണ് എനിക്ക് തോന്നിയത്. പിന്നെ അഭയഗ്രാമത്തിനെ പറ്റി ടീച്ചറിന് വലിയ സന്തോഷമായിരുന്നു. നല്ല ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ ഇനിയും അത് ടീച്ചർ തുടങ്ങി വെച്ച ആ സംരംഭം അവര് വളരെ വിജയകരമായി കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവസാനമായിട്ട് അഭയയിലെ ടീച്ചർ മരിച്ചതിന് ശേഷം 2 ആഴ്ചക്ക് മുമ്പ് അഭയയിലെ ഒരു വോളണ്ടിയർ എനിക്ക് അയച്ച ഒരു സന്ദേശത്തിന്റെ ഒരു ഭാഗം പങ്കുവച്ചിട്ട് ഞാൻ ഇവിടെ പറയാം. ആ കുട്ടി എഴുതിയതാണ്. ഇന്ന് രാവിലെ ശാന്തി കവാടത്തിൽ ചേച്ചിയുടെ ചിതാഭസ്മം ഒരു കുടത്തിൽ സ്വീകരിച്ച് ഒരു ചടങ്ങുകളും ഇല്ലാതെ ഞങ്ങൾ കുറച്ചുപേർ 2 കാറുകളിലായി വർക്കലയ്ക്ക് പോയി. അവിടെ പേരക്കുട്ടി വിഷ്ണുവിന്റെ തലയിൽ കുടം വെച്ച് അല്പം നടന്ന് തിരിഞ്ഞു നിന്ന് കുടം കടലിലേക്ക് കമഴ്ത്തി എറിഞ്ഞു. കടൽ അന്ന് വളരെ ശാന്തമായിരുന്നു. ഞാനിത് സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് എന്ന ഭാവത്തിൽ ഒരു ബഹളവുമില്ലാതെ സന്തോഷത്തോടെ ആ പ്രകൃതി സ്നേഹിയുടെ ഭൗതിക അവശിഷ്ടം ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു കൊണ്ടുപോയി. നിറ കണ്ണുകളോടെ ഞങ്ങൾ തൊഴുതു മടങ്ങി. ടീച്ചറിന് ആ പുണ്യാത്മാവിന് എല്ലാ ശാന്തിയും ലഭിക്കട്ടെ. താങ്ക് യു. വളരെ നന്ദി സുധ ചേച്ചി. സുഗതകുമാരി ടീച്ചറുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ചും ടീച്ചർ എങ്ങനെ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച ഈ നല്ല ഓർമ്മകൾക്ക് ഒരുപാട് നന്ദി.